ഫ്രം സ്ട്രീറ്റ് ഫുഡ് ടു സ്കൂൾ സ്റ്റേജ് വരെ ഞാൻ അങ്ങനെ എത്തി നിൽക്കാട്ടോ. അപ്പോൾ ഇതിനൊക്കെ കാരണം നിങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാരണമൊക്കെ കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തി തന്നെ. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ഒരു വേദിയിൽ വരുന്നു, ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നൊന്നും ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഞാനിന്ന് വന്നിട്ടില്ല പേരാമംഗലം ദുർഗവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയ ക്യാമ്പ് നടക്കണമെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരക്ക് ഒരുക്കിയെന്ന് ഇവിടുത്തെ പ്രിൻസിപ്പളായ രാജു സാറും അതുപോലെ തന്നെ സുമിത ടീച്ചറും പിന്നെ ശ്രീദേവി ടീച്ചറും പിന്നെ വിജിൻദാസ് സാറും കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ഒരു ആളോട് ഉണ്ട് എൻ്റെ ലൈഫ് പാർട്ണർ കേട്ടോ. അപ്പോൾ അവളോട് ഇവിടെ ഉള്ളതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. എന്തായാലും ഞാൻ വന്ന് സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റി. എന്തായാലും ആ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമായ ദിവസം തന്നെയായിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോൾ സന്തോഷം സങ്കടമൊക്കെ ഒരുമിച്ച് വന്നൊരു ദിവസമായിരുന്നു. കാരണം സ്കൂൾ കാലഘട്ടമൊക്കെ എനിക്ക് ഓർമ്മ വന്നു, പണ്ട് സ്കൂളിൽ വന്ന സമയമൊക്കെ ഇല്ലേ. പിന്നെ ഇവിടെ കുട്ടികൾക്കായിട്ട് ഒരു ചിക്കൻ ബിരിയാണി ആയിരുന്നു അന്ന് വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ അതും കഴിച്ചു. നല്ലൊരു ബിരിയാണി വന്നിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട് പോയി തീരെ ശരിയാവില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ പ്രിൻസിപ്പാള് 10ാം ക്ലാസ് എല്ലാ കുട്ടികളും ഈവൻ പൈസ ഇല്ലാത്ത എല്ലാ കുട്ടികളെയും ട്രിപ്പ് കൊണ്ടുപോകണട്ടാ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ കുറെ കുട്ടികൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് അവർ വരാണ്ടിരുന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ അങ്ങനെയല്ല, എല്ലാ കുട്ടികളും ഇവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞിട്ടുള്ളത് കുട്ടികൾക്ക് പൈസ ഇല്ലെങ്കിൽ അവരെങ്ങനെയെങ്കിലും ട്രിപ്പിന് കൊണ്ടുപോകണമെന്നാണ്. പിന്നെ ഇത് മാത്രമല്ല, ഒരുപാട് കഥയുണ്ട്. രാജു സാറ് കുട്ടികൾക്കായി ചെയ്ത കുറെ സഹായങ്ങൾ. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഇവിടുത്തെ സഹപ്രവർത്തകർക്കും രാജു സാറിനും. എന്തായാലും നമുക്ക് അടുത്ത് വേണ്ടിയിട്ടാണ്. ബൈ.